വർക്കലയിൽ നിന്നും പിടികൂടിയ രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബെഷ്യാക്കോവ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വന്നു പോകുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. റഷ്യയിലേക്ക് മടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇന്നലെ ഇയാളെ കേരള പോലീസ് പിടികൂടിയത്. CBI നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു രാജ്യാന്തര കുറ്റവാളിയെ പിടികൂടിയത്. ഭീകരർക്കുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടപെട്ട ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകൻ കൂടിയാണ് അലക്സേജ് എന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വന്നു പോകുന്ന ഇയാളെ അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ CBI നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ കേരള ബന്ധമെന്ത് എന്ന സുപ്രധാനമായ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. കാരണം 10 വർഷമായി കേരളത്തിൽ വന്നു പോകുന്നത് ടൂറിസം ഇടപാടുകൾക്ക് വേണ്ടി മാത്രമാണോ? ടൂറിസ്റ്റായിട്ടാണ് ഇയാൾ വർക്കലയിൽ തങ്ങിയിരുന്നത്. പക്ഷേ 10 വർഷമായി വന്നു പോകുന്നതിന് മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ തുടങ്ങി കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നത്. ഇയാളുടെ കേരള ബന്ധം എന്താണ്, എങ്ങനെയാണ് 8.5 ലക്ഷം കോടി തട്ടിയെടുത്ത ഈ പ്രതി രാജ്യാന്തര കുറ്റവാളി കേരളത്തിൽ വന്നു പോകുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും CBI നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇയാൾ എന്ത് ഇടപാടുകൾ നടക്കുന്നു, ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം കൂടി നടക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. അലക്സേജ് റഷ്യൻ പൗരനാണ്. ഇന്നലെ റഷ്യയിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടയിലാണ് ഈ രാജ്യാന്തര കുറ്റവാളിയെ പിടികൂടുന്നത്. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ രാജ്യാന്തര അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ അങ്ങേയറ്റമുള്ള ഒരു വിഷയത്തിൽ ഒരു പ്രതിയാണ് പിടികൂടുന്നത്. ഇയാൾ എന്തിന് വർക്കലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നു പോകുന്നു? കഴിഞ്ഞ 10 വർഷമായി ഇയാളുടെ സാന്നിധ്യം സംസ്ഥാനത്തുണ്ടായിരുന്നു പല സമയങ്ങളിലായി എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതി ഇയാളിപ്പോൾ എവിടെയാണ്? ഇയാളെ ഇവിടുന്ന് കൊണ്ടുപോയോ? സൈത്ത് ബെസിക്കോവ് ലാത്വൻ പൗരനാണ്. റഷ്യ കേന്ദ്രീകരിച്ചാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാട് നടത്തിയിരുന്നത്. നമുക്കറിയാം, ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു രീതി നിയതമായ രൂപമുള്ളതല്ല. വാലറ്റ് വഴിയുള്ള ഇടപാടുകളാണ്. ഒരു ക്രിപ്റ്റോയ്ക്ക് തന്നെ ഏതാണ്ട് ഇന്ത്യൻ മണി 35 ലക്ഷം രൂപയൊക്കെയാണ് അതിൻ്റെ ഒരു മൂല്യമായി വരുന്നത്. ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയ വ്യക്തി ആ റഷ്യ കേന്ദ്രീകരിച്ച് നടത്തിയ ഇടപാടുകളിൽ വിവിധ രാജ്യങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തുന്നത്. ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBIയും കേരള പോലീസും സംയുക്തമായ ഒരു അന്വേഷണം നടത്തുകയും വർക്കലയിൽ നിന്ന് പ്രതിയെ പിടികൂടുകയും ചെയ്യുന്നത്. വർക്കല കുരക്കുന്നി പ്രദേശത്ത് ഒരു വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ഹോം സ്റ്റേയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു. ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുന്നത്. ഈ റഷ്യ കേന്ദ്രീകരിച്ച് നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. 2021 മുതൽ 24 വരെയുള്ള കാലയളവിലാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകൾ നടന്നത്. അത് പ്രധാനമായും തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയായിരുന്നു. ഗ്യാരൻടെക്സ് എന്ന ഒരു സ്ഥാപനം അത് കേന്ദ്രീകരിച്ചാണ് റഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം. മോസ്കോ കേന്ദ്രമായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഗ്യാരൻടെക്സ് എന്ന ഈ സ്ഥാപനത്തിന്റെ സഹ ഉടമയാണ്. മറ്റൊരാൾ കൂടി ഇതിന്റെ ഉടമസ്ഥനായുണ്ട്. ബെസിക്കോവ് നേരത്തെ തന്നെ ഈ ക്രിപ്റ്റോ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നീട് ഈ ലഹരി കടത്ത് സംഘങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര തട്ടിക്കൊണ്ടുപോകൽ സംഘങ്ങളൊക്കെ ഉണ്ട്. ആ തരത്തിൽ ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. വലിയ ഔഷധ കമ്പനികൾ, അതിൽ തന്നെ ഈ ഡ്രഗ്സ് ഇടപാടുകൾ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകൾ, ഇതിന്റെ എല്ലാം തന്നെ ഈ സാമ്പത്തിക ഇടപാട് നടത്തിയത് ഈ ലാത്വൻ പൗരൻ വഴിയാണ്. റഷ്യ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇടപാടാണ്. ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇടപാട് നടന്നു എന്നാണ് CBIയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. കേന്ദ്ര ഏജൻസിയും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. എന്തിന് കേരളത്തിലേക്ക് വന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. ഇത് ആദ്യമായല്ല കേരളത്തിലേക്ക് എത്തുന്നത്. വർക്കലയിൽ നിന്നിപ്പോൾ പിടികൂടുമ്പോൾ മറ്റ് സമയങ്ങളിലും ഇവിടേക്ക് വന്നിരുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്ന ചില സൂചനകളുണ്ട്. ഏതായിരുന്നാലും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര ഏജൻസികളും ഇത് സംബന്ധിച്ചുള്ള വിപുലമായ അന്വേഷണം നടത്തുന്നുണ്ട്. സൈറ്റ് വിനോദ്, ഇയാൾ നേരത്തെ വന്നു പോയത് സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് കിടക്കുമ്പോൾ മറ്റെന്തെങ്കിലും സംസ്ഥാനത്ത് ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം, അതോ ടൂറിസം മാത്രമാണോ? അത്തരം സംശയമുണ്ടോ? ഒപ്പം തന്നെ ഇന്നലെ ഈ അറസ്റ്റിന് വഴിതിരിഞ്ഞ സാഹചര്യം എന്തായിരുന്നു? CBI നൽകിയ വിവരമായിരുന്നോ സംസ്ഥാന ഏജൻസി പെട്ടെന്ന് പോയി കേരള പോലീസിന്റെ പെട്ടെന്നുള്ള നീക്കം ഉണ്ടായതിന് കാരണം? തീർച്ചയായും ഇന്റർപോളിന്റെ ഒരു നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. ഈ പ്രതിയെക്കുറിച്ചുള്ള ഒരു വിവരം ഇന്റർപോൾ പൊതുവിൽ നൽകുന്ന ഒരു അറിയിപ്പ്. ഇത് സംബന്ധിച്ച്
കേന്ദ്ര ഏജൻസികളുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. പ്രതി കേരളത്തിലേക്ക് എത്തി വർക്കലയിലുണ്ട് എന്ന വിവരം കേരള പോലീസിനെ അറിയിക്കുകയും അങ്ങനെയാണ് വർക്കലയിൽ പിടിയിലാകുന്നത്. പിന്നീട് ആറ്റിങ്ങൽ ജയിലിലേക്കും അവിടുന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മാറ്റി പട്ടിയാല കോടതിയുടെ വാറന്റാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ അവിടേക്ക് കൊണ്ടുപോകും. സൈത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വന്നു പോയിരുന്നു, കേരളത്തിലേക്ക് പലപ്പോഴായി വന്നു പോയിരുന്നു. അത് ഏതെങ്കിലും ഇടപാടുകളുടെ ഭാഗമായാണോ എന്നത് സംബന്ധിച്ച് ഇതുവരെ അങ്ങനൊരു വിവരമില്ല. സൈത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ടൂറിസത്തിന്റെ ഭാഗമായി വന്നു, സഞ്ചാരത്തിന്റെ ഭാഗമായി എത്തി എന്നൊരു സൂചന തന്നെയാണുള്ളത്. പക്ഷേ ഇത് വിശദമായി കേന്ദ്ര ഏജൻസികളടക്കം പരിശോധിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും കണക്ഷൻ ഇവിടെയുണ്ടോ, മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ, ഈ ക്രിപ്റ്റോ ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും നീക്കങ്ങൾ ഇവിടം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ വിശദമായി പരിശോധിക്കുന്നത്. യെസ്, എങ്ങനെയാണ് ഈ പ്രതി രാജ്യാന്തര കുറ്റവാളി കേരളത്തിൽ വന്നത്? വെറും ടൂറിസ്റ്റ് ഇടപാടുകൾ മാത്രമാണോ, സംസ്ഥാനത്ത് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സ്വാഭാവികമായ അന്വേഷണം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് വ്യക്തമാവുന്ന കാര്യം. CBIയുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ വർക്കലയിൽ നിന്നും കേരള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്.